അപ്പോ നിങ്ങളാണ് ശമർ അല്ലേ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം, ഒന്നും മറച്ചു വെക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് മുഹറം മാസം 10-ാം തീയതി വെള്ളിയാഴ്ച നട്ടുച്ചയോടടുത്ത സമയത്ത് താൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ഇരുന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? മുഖ്താറിന്റെ ചോദ്യ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടി മുട്ടുസൂചിയൊക്കെ ആയിട്ട് കുറെ ആളുണ്ട്, അങ്ങനെ റെഡിക്കായിരിക്കാൻ നിൽക്കുക. അപ്പൊ ഇവനൊന്ന് മറഞ്ഞു നിന്ന് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇവനൊന്ന് ഒതുങ്ങിയതാ. അപ്പോഴേക്കും ആരോ ഒന്ന് ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് പറയാ. ഉടനെ തന്നെ ഇവൻ പറഞ്ഞു, കർബല മരുഭൂമിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ മലർന്നടിച്ച് വീണ സമയത്ത് മാന്റെ നെഞ്ചിൽ ഞാൻ കയറി ഇരുന്നിരുന്നു. അത് മനസ്സിലായി. ഉടനെ മുഖ്താറാണ് ബാക്കി പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി കർബല മരുഭൂമിയിൽ മലർന്നടിച്ച് 100 കണക്കിന് മുറിവേറ്റ് വീണ് കിടന്ന് പിടയുമ്പോ ആ മഹാന്റെ നെഞ്ചിൽ കയറിയിരിക്കാൻ ധൈര്യം കാണിച്ചവനാണ് ഇതാ ഈ നിൽക്കുന്നവൻ. അതുകൊണ്ട് കൂട്ടുകാരെ, ക്യൂ പാലിക്കുക. പിന്നെ 100 കണക്കിന് ആളുകൾ ക്യൂ അല്ലേ, ഇവനെ മലർത്തി കിടത്തുക. ഒരു 4-5 ആള് വന്നിട്ട് മലർത്തി അങ്ങോട്ട് കിടത്തി. ബഹുമാനപ്പെട്ട ഇമാമിന്റെ നെഞ്ചിൽ കയറിയിരിക്കാൻ ധൈര്യം കാണിച്ച ഇവന്റെ നെഞ്ചിൽ തുടങ്ങിക്കോ. പിന്നെ ഓരോരുത്തരും ഇങ്ങോട്ട് വരിക. കിൻഡൽ കണക്കിൽ ഭാരമുള്ളവനുണ്ട്, 2.5 കിൻഡൽ മോഡൽ അതൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് നെഞ്ചിൽ അങ്ങോട്ട് കയറുക, താടിക്ക് ഒരു തട്ട് കൊടുക്കുക, ഇറങ്ങി അങ്ങ് പോവുക. അപ്പോ കുറെ ആള് ബാക്കി പലതും ചെയ്യാനുണ്ട്. മുഖ്താർ പറഞ്ഞ് 2-3 കയറിക്കോന്ന്. പിന്നെ 5-10 കയറുന്നത്. ഒന്നായിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പറഞ്ഞു, നീക്കടാ നീ എണീക്കാൻ കഴിയോ? ഏതാണ് ഹാല്? അവസാനം ആരോ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. നോക്കുമ്പോ നിൽക്കുന്നില്ല, ഓരോ സൈഡിലേക്ക് ഇങ്ങനെ ആടുക. അങ്ങനെ ഇവനെ ഒരു ചുമരിനോടെ ചാരി വെച്ചു. ഉടനെ തന്നെ മുഖ്താർ, കൂട്ടുകാരെ, ഈ സമയം ഏതാണെന്ന് അന്ത്യഘട്ടത്തിൽ ഇമാം ഹുസൈനാർ തങ്ങൾ ഇവനോട് ചോദിച്ചപ്പോ ഇവൻ ചെയ്തത് എന്താണെന്നറിയോ? വെള്ളിയാഴ്ച നട്ടുച്ചായ എന്നും പറഞ്ഞ് മുസ്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ 1000 ചുടുചുംബനം അർപ്പിച്ച മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ധൈര്യം കാണിച്ചവനായി ഇവൻ. കൂട്ടുകാരെ, ക്യൂ പാലിക്കുക. പിന്നെതാ ഹലാക്കിന്റെ ഒടുക്കത്തെ ക്യൂ പിന്നെയല്ലേ. പറഞ്ഞു, തുടങ്ങിക്കോ. ഇമാമിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ധൈര്യം കാണിച്ച ഇവന്റെ മുഖത്ത് തുടങ്ങിക്കോന്ന്. പിന്നെ ഓരോരുത്തൻ വന്നിട്ട് എന്ന് ഉഷാറാണ്, 7-ാം ആകാശത്ത് അങ്ങനെ നിമിഷങ്ങൾക്കോ ഇവന്റെ മുഖം തൈരും മോരും കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് തൽക്കാലം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. അവിടെ നിൽക്ക്. ഇനി ഇവനെ കൊണ്ടുവാ. പിന്നെ കൊണ്ടുവരുന്നതാ ആരെ? അംറിനെ കൊണ്ടുവന്ന് മുമ്പിൽ അവിടെ നിർത്തി. എന്നിട്ട് അവനെ ഒന്ന് ചോദ്യം ചെയ്തു. ഇവൻ ചെയ്തതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവന്റെ മകനെ കൊണ്ടുപോയി കൊല്ലണം. ഹുസൈൻ തങ്ങളുടെ ചെറിയ കുഞ്ഞനെ അമ്പ് കൊണ്ട് കൊന്നവനായി ഇവൻ. ഏതായാലും ഇവന് എന്നും പറഞ്ഞ് തൽക്കാലം ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി സൈഡിലേക്ക്. പിന്നെ മുഖ്താർ പറഞ്ഞത് അവനെ കൊണ്ടുവാ. ആരെ? ചൊല്ലിടൈ മുഖ്താർ ദുഷ്ട മുത്തിമാം സിന്നെ കൊഴിച്ചു ജീവനാലെ നിന്റെ സിന്നും ഞാനിതാ തട്ടിക്കൊഴിച്ചു. ദണ്ടെടുത്ത് ദന്തകൾ തട്ടിക്കൊഴിച്ച് ലിസാനരിഞ്ഞ് ദയവ് ചെയ്യൂ വായ കൊല്ലും രക്തമിൽ കൂതിർന്ന് ചൊന്നേ. ചൊല്ലിടൈ മുഖ്താർ ദുഷ്ട മുത്തിമാം സിന്നെ കൊഴിച്ചു ജീവനാലെ നിന്റെ സിന്നും ഞാനിതാ തട്ടിക്കൊഴിച്ചു. ദണ്ടെടുത്ത് ദന്തകൾ തട്ടിക്കൊഴിച്ച് ലിസാനരിഞ്ഞു ദയവ് ചെയ്യൂ വായ കൊല്ലും രക്തമിൽ കൂതിർന്ന് ചൊന്ന. ഇബ്നു സിയാദിനെ മുമ്പിലേക്ക് ഉരുട്ടി കൊണ്ടുവന്ന് പാനംകുറ്റി പോലത്തെ ഒരു പഹയൻ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. ഉടനെ മുഖ്താർ പറഞ്ഞു, ഇവനാരാന്നറിയോ കൂട്ടുകാരെ? നമ്മളറിയണം സാക്ഷാൽ ആളാണിത് അല്ലേ? ആ നാട് ഭരിക്കാൻ പോകുന്ന ആളാ. മനസ്സിലായോ നിങ്ങൾ? മഹാനായ ഇമാം ഹുസൈൻ തങ്ങളുടെയും പ്രിയപ്പെട്ട മകന്റെയും ശിരസ് മുറിച്ച് ഈ കാണുന്ന 2 പേരും കൂടി ഇവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവർക്ക് സമ്മാനം അങ്ങോട്ട് എടുത്തു കൊടുത്തു. ആര് നോക്കി നിൽക്കേ? അഹ്ലു ബൈത്തിലുള്ള സ്ത്രീകൾ, ബഹുമാനപ്പെട്ട ബീബിമാര് നോക്കി നിൽക്കേ. അത് കണ്ട് സഹിക്കവയ്യാത്ത ബീബി ഇവനെ ചോദ്യം ചെയ്തു. ആ സമയത്ത് ഇവൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് അവൻ ചെയ്തു കൂട്ടിയ രംഗങ്ങൾ? ജീവനില്ലാത്ത മയ്യിത്തായ ബഹുമാനപ്പെട്ട ഇമാമിന്റെ വായിലുള്ള പല്ലുകൾ മുഴുവനും ബീബിയുടെയും അഹ്ലു ബൈത്തിന്റെയും മുമ്പിൽ വെച്ച് ഇവൻ തല്ലി തകർത്ത് അടർത്തി മാറ്റി. അങ്ങനത്തെ ഒരുത്തനാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇമാമിന്റെ മയ്യിത്തായ പല്ലുകൾ കുത്തി അടർത്തിയ ഇവന്റെ ജീവനുള്ള പല്ല് നമുക്ക് വേണം.
എടോ വായ തുറക്കോ വായ. അപ്പോഴേക്കും ആരോ ചൂണ്ടിട്ട് നല്ല സൈഡിൽ നന്നാക്കി ഇങ്ങോട്ട് കയറ്റി വെച്ച്. എന്നിട്ടതാ മുഖ്താർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ, ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടുപോവാ. 15 കൊണ്ടുവരുന്നത് കാണോലെടുത്ത് ഓടുകയല്ലേ. അക്കൂട്ടത്തിൽ നിന്ന് ഒന്നിങ്ങോട്ട് വാങ്ങി തുറച്ച് വെച്ചാൽ നല്ല സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആളുകളുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി ഇരുമ്പ് കൊണ്ട് ഈ ദണ്ണെടുത്ത് അവിടെ വെച്ച് ജീവനുള്ള പല്ലുകൾ മുഴുവനും കുത്തിയടർത്തി. പിന്നെ മുഖ്താർ എന്ത് ചെയ്തു? വായിൽ കൈ അങ്ങോട്ടിട്ട് നാവിങ്ങ പിടിച്ച് കൂട്ടുകാരെ കടാര കിട്ടി. മഹാനായ ഇമാമിന്റെ നാവ്, മയ്യത്തായ നാവ് എത്ര കഷ്ണാക്കിയിരുന്നു. ബീവി നോക്കി നിൽക്കേ. 1 2 3 4 5 6 ബാലിച്ച 2 3 4 കഷ്ണാക്കിയിട്ട്. പിന്നത്തെ കോര നാവില്ലല്ലോ. പിന്നെ കരച്ചിലൊക്കെ നല്ല രസം ഉണ്ടാവും, സൗണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉടനെ തന്നെ മുഖ്താർ എന്ത് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇനി 3 കുന്തം കൊണ്ടുവാ. 3 കുന്തോ. അപ്പൊ 3 ആൾക്ക് മനസ്സിലായിക്കുന്നു എന്തിനാ കുന്തോന്ന്. എന്തിനാ? ഇതൊക്കെ ഇവര് പണ്ട് ഉപയോഗിച്ചതാ, അതിവിടെ നടപ്പിലാക്കാൻ പോവുക. അങ്ങനെയുള്ള സമയത്ത് ഇവര് 3 പേരും തമ്മിൽ തെറ്റി. 3 പേരും തെറ്റി. അപ്പൊ അംർ എന്ത് പറഞ്ഞ്, ഹുസൈൻ തങ്ങളെ കൊന്നതായി ഇവനാണ്. ആര്? ആ മുഖ്താറിനെ എപ്പുറത്തുള്ള ഷമറിനെ ചൂണ്ടിയിട്ട് തമ്മ് തെറ്റിയാ. അവസാനം എല്ലാവരും കണക്ക് തന്നെ. മിന എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, മിന എന്ന് പറയുന്ന സ്ഥലത്ത് തീപിടുത്തം നടത്തിയിരുന്നു പണ്ട്. അള്ളാഹിന്റെ തൗഫീഖോടുകൂടി ആ വർഷം ഉപ്പാക്കു ഞങ്ങൾക്കൊന്നായിട്ട് കുടുംബം അടിക്കുക അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും തോളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരൂ ഈ ഇന്തോനേഷ്യ പോലത്തെ നാട്ടിൽ നിന്ന്. നല്ല രസമുള്ള മക്കനൊക്കെ അടിച്ചിട്ട് കാണാം. അപ്പോൾ ഈ തീപിടുത്തം മിനിയിൽ അങ്ങോട്ട് നടന്നപ്പോൾ ഓരോരുത്തർ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെയായിട്ട് ഇങ്ങനെ നിൽക്കുക. വല്ലാത്തൊരു സംഭവമാണല്ലോ. എങ്ങോട്ട് ഓടാൻ പറ്റുമോ? ജനങ്ങൾ നിബിഡല്ലേ. അങ്ങനത്തെ ഒരു വല്ലാത്ത സമയത്ത് ഓരോരുത്തരങ്ങോട്ട് തളർന്ന് അവസാനം ജീവനെ പോലെ സ്നേഹിക്കുന്ന മക്കളെ ഇറക്കിൽ കങ്ങിട്ടതാ. കാലിന്റെ അടിയിൽ ഞാൻ ചവിട്ടി പരത്തുക. എന്തൊക്കെ സംഭവിച്ച് പലതും നടന്നിട്ടുണ്ട്, അതല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ എത്ര അപ്പോൾ മരിക്കൂന്ന് കണ്ടാൽ നമ്മൾ അവസാനം ഇനി ഓമന മക്കളായിക്കോട്ടെ അതും ഉപേക്ഷിക്കും, എനിക്കൊന്ന് ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ള അങ്ങനത്തെ ഒരു സമയം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ഈച്ചിങ്ങൾ 3 ആളും തെറ്റി. അംർ പറയാ ഇവനാണ് ഹുസൈൻ തങ്ങളെ കൊന്നത്. ഷമറിനെ ചൂണ്ടി. ഷമർ പറയാണ് എന്നോട് കൽപ്പിച്ചത് ഇവനാണ് എന്ന്. ആ പറഞ്ഞ ആള്. അപ്പോഴേക്കും 2 ആളും കൂടി പിന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നത് ഇവനാണ്. അപ്പോഴേക്കതാ ഇബ്നു സിയാദിന്റെ മറുപടി, ശബ്ദമല്ലോ, എല്ലാം കൂടി തെറ്റി മറങ്ങി. അപ്പോഴേക്കും 2 3 കുന്തം കൊണ്ടുവന്നു. മുഖ്താർ പിടിച്ച് പറഞ്ഞു, കൂട്ടുകാരെ 3 എണ്ണത്തിനെ തലകുരിച്ചു നിർത്ത്. നിമിഷങ്ങൾക്കകം 3 പേരെ പിടികൂടി. 3 എണ്ണത്തിനെയും അതാ ഒരു ഭാഗത്ത് ഇങ്ങനെ തലകുനിച്ച് നിർത്തി. കൊണ്ടുവന്ന പടവാളിങ്ങോട്ട് വാങ്ങി. എന്നിട്ടതാ ആളുകളൊക്കെ നോക്കി നിൽക്കേ. അവിടെ വെച്ചതാ മുഖ്താർ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങളുടെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മകൻ അലി അക്ബറിന്റെയും ശിരസ് മുറിച്ചെടുത്ത് കുന്തത്തിൽ കുത്തിയവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് കൂട്ടുകാരെ ഏതായാലും ഒരു അവസരം കിട്ടിയല്ലോ അല്ലേ എന്ന് പറഞ്ഞ് 3 ഭാഗത്തേക്ക് നിമിഷങ്ങൾക്കകം ഈ പടവാളങ്ങോട്ട് വീശി. 3 ശിരസുകളതാ നിലത്ത് കടന്ന് പടയുമ്പോ ഓരോ ശിരസ് ഇങ്ങോട്ട് എടുത്തിട്ട് കുന്തത്തിൽ അങ്ങോട്ട് കുത്തി ഒരു 3 ആളെ കയ്യിൽ അങ്ങോട്ട് കൊടുത്ത് പടച്ച തമ്പുരാനെ തക്ബീർ ധ്വനികൾ മുടക്കുന്ന രംഗം. സന്തോഷാധിക്യത്താൽ മതിമറന്നുകൊണ്ട് എങ്ങനെയാണ് റബ്ബിന് നന്ദി പറയേണ്ടത് എന്ന് മനസ്സിലാകാത്ത രംഗം. ആളുകളതാ ആഹ്ലാദ പുളകിതര് ഉടനെ തന്നെ ആയിരങ്ങൾ അണിചേരുന്ന രംഗം. 2 3 തലകൾ മുമ്പിൽ കുത്തിപ്പിടിച്ച രംഗം. പിന്നെ ഒരു പ്രകടനമാ കൂഫാന്റെ തെരുവോരങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെയും ഹുസൈൻ തങ്ങളുടെ പുന്നാര മകൻ അലി അക്ബർ തങ്ങളുടെയും ആ ശിരസ് കുന്തത്തിൽ കുത്തിക്കുടി പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് കൽബ് പൊട്ടിയ കൂഫക്കാർക്ക് ഇന്ന് പെരുന്നാൾ ദിവസമാണ് പ്രിയപ്പെട്ടവരെ, ആഹ്ലാദത്തിന്റെ ദിവസമാ. എത്ര രംഗങ്ങൾ കണ്ട് കണ്ണുനീരൊഴുക്കി കൽബ് പൊട്ടി തകർന്നു. ഇന്നിതാ ഞങ്ങൾക്കതിന് റബ്ബേ ഒരവസരം നീ നൽകിയിരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ആ പ്രകടനം ഇങ്ങനെ പോവുക. കണ്ടവര് സന്തോഷിക്കുന്നു, തക്ബീർ മുടക്കുന്നു, അല്ലാഹു അക്ബർ. കരയിക്കും സംഭവമേ കർബല രക്തക്കളമേ, കരകാണാത്ത ദിനമേ, കണ്ണീരിൻ സ്മാരകമേ. സംഭവമേ കർബല രക്തക്കളമേ, കരകാണാത്ത ദിനമേ, കണ്ണീരിൻ സ്മാരകമേ, കണ്ണീരിൻ സ്മാരകമേ.
സ്മാരകമേ, കണ്ണീരിൻ സ്മാരകമേ. വലിയൊരു സംഭവം ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ച് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. പറഞ്ഞതിനും കേട്ടതിനും വല്ല പിഴവും സംഭവിച്ചില്ലെങ്കിൽ സർവശക്തൻ പൊറുക്കുമാറാവട്ടെ. ദീർഘായുസും ആഫിയത്തും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ താഴത്തിലായിട്ട് അള്ളാഹ് നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. കുടുംബത്തിൽ ഐശ്വര്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ എല്ലാവരും കൂടി സംയുക്തമായി നടത്തിയ പരിപാടി അവർക്ക് ഇനിയും ഒന്നിച്ചിരുന്ന് ഇതുപോലെ വിവിധങ്ങളായ പരിപാടികൾ നടത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അവർക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. ഒരുപാട് ഉമ്മ പെങ്ങന്മാർ വന്നിട്ടുണ്ട് നമ്മുടെ പരിപാടിയിൽ. പല ഉദ്ദേശങ്ങളും അവർക്കൊക്കെ ഉണ്ടാകും. അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു എല്ലാം പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘായുസും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം ഉദ്ദേശിക്കാൻ അള്ളാഹു തആല എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പല പ്രാവശ്യം അവിടെ പോകാനുള്ള ഭാഗ്യം, ഒരുപാട് മർദിയ സിയാറത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം എല്ലാം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഉദ്ദേശങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹ് പല രോഗങ്ങളിൽ കഴിയുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കി വീട്ടിന്റെ മൂലയിൽ വല്ലാത്തൊരു ഹാലിൽ കഴിയുന്നവർ, അവരെ പരിചരിക്കുന്ന അതിനേക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാം അള്ളാഹ് നീ അറിയുന്നവനാണ്. എല്ലാം നീ സലാമത്താക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ദോഷങ്ങൾ പുറത്ത്, തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് ക്ഷമിച്ച് അള്ളാഹ് നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ഉൾപ്പെടുത്തി നാളെ ജന്നാത്തുൽ നഈമിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹ് റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. യൂത്ത് വിങ് കൊള്ളംപാറ അവർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന് പരിപാടി വിജയിപ്പിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാർ, ഉസ്താദുമാര്, രക്ഷിതാക്കള്, പിഞ്ചു കുഞ്ഞുങ്ങൾ, താലിമീങ്ങൾ, ഉമ്മ പെങ്ങന്മാര്, ഇവർക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട മൈക്കിന്റെ ഓപ്പറേറ്റർമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.